നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. PC വിഷ്ണുനാഥിന്റെ പാട്ടാണ് ഇന്നത്തെ പ്രധാന കൗതുകകരമായ സംഭവം. ശബരിമലയിലെ സ്വർണമോഷണം സഖാക്കളാണ് നടത്തിയത് എന്നതാണ് പാട്ടിന്റെ ഇതിവൃത്തം. ചെമ്മാങ്കുടി ശ്രീനിവാസയ്യരും ചീർക്കാഴി ഗോവിന്ദരാജനുമൊക്കെ തലകുനിച്ചു പോകുന്ന രീതിയിൽ നല്ല താളബോധത്തോടെ വിഷ്ണുനാഥ് അത് പാടി. അവന്റെ പാട്ടാം മണിയൊച്ചരാവിൻ പ്രശാന്ത നിശബ്ദതയെ പിളർക്കെ അതാസ്വദിക്കാൻ അതിനെന്ന വണ്ണം സ്തംഭിച്ചു നിന്നു തിരിതാരകങ്ങൾ. എല്ലാവിധ ജാതിമത വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ കൂടിയാട്ടത്തിന്റെ ഫലമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ കുറെ സീറ്റുകൾ UDF നേടിയതിന്റെ അർമാദിക്കലാണ് ഈ പാട്ടെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ വിഷ്ണുനാഥ് പാട്ടിലൂടെ ഇതിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും മറ്റും രാഷ്ട്രീയം എന്തേ പറയാത്തത്? അവരാരും സഖാക്കളല്ലല്ലോ. കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ അനുസരിച്ചുള്ള കണക്ക് വിശദമായി പരിശോധിച്ചു കഴിയുമ്പോൾ വലിയ സുനാമിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലെന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാം, വിഷ്ണുനാഥിനും അറിയാം. പക്ഷെ ഈ കുപ്രചരണങ്ങൾക്കിടയ്ക്ക് വിഷ്ണുനാഥ് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അമ്പലം വിഴുങ്ങികളുടെ ചരിത്രം തുടങ്ങുന്നത് അമ്പലങ്ങൾ ഉണ്ടായ നാൾ മുതലാണ്. അന്നൊക്കെ ബ്രാഹ്മണ ശാപവും രാജകോപവും ഒക്കെ ഭയന്ന് ആരും മിണ്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ഭരണാധികാരി ഭഗവാന്റെ മുതൽ ആരപഹരിച്ചാലും അവരെ പിടികൂടി ശിക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം. അത് മലയാളികൾ തിരിച്ചറിയുന്നുമുണ്ട്. കൂട്ടുകാരെ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ്.